ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സമയത്ത് വീണ്ടും ദൈവവചനവുമായി നിങ്ങളിലേക്ക് എത്തുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും നിങ്ങളുടെ കുറവുകളെയും ദൈവം തമ്പുരാൻ 30, 60, 100 മേനിയായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 22-ാം വാക്യത്തിൽ മാർത്ത യേശുവിനോട് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്നു ഞാൻ അറിയുന്നു. ഇത് വെറും പ്രത്യാശയല്ല. മരണം പോലും കണ്ട് മനസ്സു തകർന്ന ഒരു സ്ത്രീയുടെ അടിയുയർച്ച വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്നു നാം ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ വചനം പറയുവാനുണ്ടായ സാഹചര്യം നമ്മുടെ ഇന്നത്തെ ജീവിത പ്രതിസന്ധികളോട് ഇതിൻ്റെ ബന്ധം, വൈകി എന്ന് നമുക്ക് തോന്നുന്ന ദൈവ ഇടപെടലുകൾ. ഈ തിരുവചനം തുടങ്ങുന്നത് ഇപ്പോഴും എന്ന ആ വാക്കിൻ്റെ ആത്മീയ ആഴം. ഇവയെല്ലാം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ആരും തന്നെ ഇത് സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ വചനത്തിൻ്റെ പൊരുൾ ഒരു പക്ഷേ നമുക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല എന്ന് വരാം. ഈ വചന സന്ദേശം നിങ്ങളുടെ വിശ്വാസം പുതുക്കുകയും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാൻ പ്രചോദനം നൽകുകയും ചെയ്യും. കേൾക്കുന്ന, ധ്യാനിക്കുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന തിരുവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 22-ാം വാക്യമാണ്. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്കു തരും എന്നു ഞാൻ അറിയുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇത് സന്തോഷ സമയത്ത് കേവലം പറഞ്ഞ ഒരു വാക്കല്ല. തകർച്ചയ്ക്കിടയിൽ വിശ്വാസ വാക്ക്. ആമേൻ. ഇത് കല്ലറയുടെ മുൻപിൽ, മരണം അറിഞ്ഞ വീട്ടിൽ, ഇത് 4-ാം ദിവസം വൈകി യേശു തമ്പുരാനെ നോക്കിക്കൊണ്ട് പറഞ്ഞ വാക്കാണ്. ഈ വചനം പറയുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ലാസർ രോഗിയായി. മാർത്തയും മറിയയും യേശു തമ്പുരാനെ വിളിച്ചു. പക്ഷേ യേശു തമ്പുരാൻ അവിടേക്ക് എത്തുവാൻ വൈകി. ലാസർ മരിച്ചു, അടക്കം ചെയ്തു. 4-ാം ദിവസവും കഴിഞ്ഞു. ഇവിടെ മനുഷ്യന്റെ കണ്ണുകളിൽ എല്ലാം അവസാനിച്ചു. പക്ഷേ യേശു തമ്പുരാൻ വന്നപ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം കാണുന്നത്. അതൊരു പരാതി പോലെയല്ലേ ആ വാക്യം നാം അവിടെ കാണുന്നത്? എന്നാൽ അടുത്ത വാക്യം ശ്രദ്ധിക്കുക. 22-ാം വാക്യത്തിൽ ഇപ്പോഴും, അങ്ങനെയൊരു വാചകം അവിടെയുണ്ട്. ഇപ്പോഴും എന്ന ആ വാക്കിന്റെ ആത്മീയ ശക്തി എന്നാണ്.
പ്രിയ ദൈവമക്കളെ, ഇപ്പോഴും എന്ന വാക്ക് പറഞ്ഞത് ആര്? സഹോദരൻ മരിച്ച സ്ത്രീ, പ്രതീക്ഷ തകർന്ന ഒരു കുടുംബം, കണ്ണുനീരോടെ നിൽക്കുന്ന മാർത്ത. അവൾ പറഞ്ഞതിതാണ്, കഴിഞ്ഞത് പോയി, അവസാനിച്ചു. പക്ഷേ ഇപ്പോൾ പോലും നീ ദൈവത്തോട് അപേക്ഷിച്ചാൽ അവൻ ചെയ്യും. ഹല്ലേലൂയ. ദൈവം ഒട്ടും വൈകിയിട്ടില്ല പ്രിയ ദൈവമക്കളെ. അവന്റെ അധികാരം കാലത്തിനും സമയത്തിനും ഒരിക്കലും വിധേയമല്ല. അതങ്ങനെയാണ് പ്രിയമക്കളെ. അവനൊട്ടും വൈകിയിട്ടില്ല. ഇന്നത്തെ നമ്മുടെ അവസ്ഥയുമായി ഇത് ബന്ധിപ്പിക്കുമ്പോൾ ഇന്ന് നമ്മൾ പലരും പറയുന്നില്ലേ, ഇനിയും ഒരു കാര്യവുമില്ല, വൈകിപ്പോയി, എല്ലാം അവസാനിച്ചു എന്ന്. നാം അങ്ങനെ ചിന്തിക്കാറില്ലേ? രോഗം, ദുഃഖം, കടഭാരങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ആത്മീയ വരൾച്ച. എന്നാൽ ദൈവം ചോദിക്കുന്നത് ഇതാണ്, നിനക്ക് ഇപ്പോഴും വിശ്വസിക്കാമോ? അതാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ കാണുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ആമേൻ. നിനക്ക് വൈകി എന്ന് തോന്നുന്ന ദൈവിക ഇടപെടൽ. യേശു വൈകിയത് എന്തിനാണ്? യേശു അവിടെ വൈകിയത് അതാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ദിനം മരണദിനത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ആമേൻ. പ്രിയ ദൈവപൈതലേ, ദൈവത്തിന്റെ വൈകിപ്പ് നമ്മുടെ നിരാശയ്ക്കല്ല, അത് അവന്റെ മഹത്വത്തിനായിട്ടാണ്. നീ കരുതുന്നത് ഇന്ന് അവസാനമെന്നാണ്, എന്നാൽ ദൈവം കരുതുന്നത് ഇത് ഒരു തുടക്കമെന്നാണ്. ആമേൻ. മാർത്തയുടെ വിശ്വാസം നമുക്ക് ഒരു മാതൃകയാവണം. മാർത്ത പറഞ്ഞു, ഞാൻ അറിയുന്നു. അവൾക്ക് തെളിവില്ല, ഉറപ്പ് ഒന്നും തന്നെയില്ല, പക്ഷേ വിശ്വാസമുണ്ടായിരുന്നു. അതാണ് എബ്രായർ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആമേൻ. ഇന്ന് ദൈവം നമ്മോട് പറയുന്നത്, പ്രിയ ദൈവ പൈതലേ, നീ നിൽക്കുന്നത് ഏതു കല്ലറയുടെ മുൻപിലാണ്? നിന്റെ തകർന്ന സ്വപ്നമോ, നിന്റെ മരിച്ച ബന്ധമോ, മരവിച്ച ബന്ധമോ, അതോ നിനക്ക് മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളോ? യേശു പറയുന്നു, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ കാണുന്നത് പോലെ, കല്ലു നീക്കുവീൻ. അത് ഒരു അധികാരത്തിന്റെ സ്വരമാണ്. ദൈവത്തിന് എന്നിലും നിന്നിലുമുള്ള ഒരു അധികാരം. അത് അവിടെ നിന്റെ ഭാഗമാണ് വിശ്വാസം. ദൈവത്തിന്റെ ഭാഗമാണ്. അവൻ പ്രവർത്തിക്കും, അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. ഇപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നു. മാർത്തയുടെ വിശ്വാസം വെറുതെയായില്ല. ലാസർ പുറത്തു വന്നു. അവിടെ ആ വിശ്വാസത്തിനു മുൻപിൽ മരണം തോറ്റു, പ്രത്യാശ ജയിച്ചു.
ദൈവം മഹത്വപ്പെട്ടു. ആമേൻ. ഇന്നും ഇപ്പോഴും നീ ദൈവത്തോട് അപേക്ഷിച്ചാൽ അവൻ കേൾക്കും. ആമേൻ. അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക, നിർത്തരുത്. അവൻ കേൾക്കും. നിന്റെ ജീവിതത്തിലെ കല്ലുകൾ നീങ്ങിപ്പോകും. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.